ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ആദരണീയനായ ഈ പരിപാടിയുടെ അധ്യക്ഷൻ ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രാദേശിക ഹൽക്ക അമീർ മെഹബൂബ് സാഹിബ്, വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന പ്രിയ സുഹൃത്തുക്കളായ മാധ്യമപ്രവർത്തകർ കൂടിയായ ടി റിയാസ് മോൻ, ഷബീർ മെഹബൂബ്, സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റിന്റെ ഏരിയ പ്രസിഡന്റ് കെ യുസർ, കെ എം അമാനുള്ള, എൻ്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട നാട്ടുകാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പടച്ച തമ്പുരാന്റെ രക്ഷയും സമാധാനവും നമ്മിലേവരിലും സദാ വർഷിക്കുമാറാകട്ടെ. വഖഫ് ഭേദഗതി നിയമം സുപ്രീം കോടതിയുടെ പരിഗണനയിൽ വീണ്ടും വന്ന ഒരു ദിവസത്തിന് ശേഷമാണ് മലപ്പുറത്തിന്റെ മഞ്ചേരിയുടെ ഒരു ഭാഗത്ത് നാം ഇങ്ങനെ പെരുമ്പലത്ത് പള്ളിപ്പടിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇന്ത്യയുടെ അന്തരീക്ഷത്തിൽ സജീവമായ ചർച്ചയിലുള്ള ഒരു വിഷയമാണ് വഖഫ് എന്ന് പറയുന്നത്. രാജ്യത്തിന്റെ നാനാഭാഗങ്ങളിൽ ചെറുതും വലുതുമായ ധാരാളം സമരങ്ങൾ, പ്രക്ഷോഭങ്ങൾ ഈ വിഷയത്തിൽ അരങ്ങേറുകയുണ്ടായി. ഇന്ത്യയിലെ വിവിധങ്ങളായ മുസ്ലിം സംഘടനകളുടെ പൊതു കൂട്ടായ്മയായ ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡിന്റെ നേതൃത്വത്തിൽ തന്നെ കേരളത്തിലടക്കം രാജ്യത്തിന്റെ പ്രധാന നഗരങ്ങളിലും സംസ്ഥാനങ്ങളിലും പ്രദേശങ്ങളിലുമൊക്കെ വിവിധ സമരങ്ങൾ നടക്കുകയുണ്ടായി. ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം പേഴ്സണൽ ലോ ബോർഡിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന, അതിൻ്റെ പ്രവർത്തനങ്ങളിൽ, അതിൻ്റെ സമര പ്രക്ഷോഭ പരിപാടികളിൽ പ്രധാനപ്പെട്ട, ദേശീയ തലത്തിൽ തന്നെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനം എന്ന നിലയിൽ ഈ സമരത്തിന് ദേശീയ തലത്തിൽ തന്നെ ഈ സമരത്തിന് നേതൃത്വം കൊടുക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ പോഷക സംഘടനയായ സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഒറ്റക്കും കൂട്ടായുമൊക്കെ രാജ്യത്തിന്റെ നാനാഭാഗങ്ങളിൽ വിവിധങ്ങളായ സമരങ്ങൾക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് വാർത്താ മാധ്യമങ്ങളിലൂടെ കാണുവാൻ കഴിയും. കേരളത്തിലേക്ക് വന്നാൽ കേരളത്തിലെ ഏതാണ്ടെല്ലാ മുസ്ലിം സംഘടനകളും വഖഫ് വിഷയത്തിൽ വിവിധങ്ങളായ പ്രക്ഷോഭ സമര പരിപാടികൾക്ക് നേതൃത്വം നൽകിയത് നമുക്ക് കാണുവാൻ കഴിയും. സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റിന്റെ ഉത്തരവാദപ്പെട്ട ഭാരവാഹി എന്ന നിലയിൽ വഖഫ് വിഷയത്തിൽ ഇത്തരമൊരു പരിപാടിയിൽ സംബന്ധിക്കുമ്പോൾ അതിയായ സന്തോഷം കൂടിയുണ്ട്. കേരളത്തിന്റെ ചരിത്രത്തിലെ തന്നെ വഖഫ് വിഷയത്തിലെ ഏറ്റവും ഐതിഹാസികമായ ഒരു സമരത്തിന്, കരിപ്പൂർ ഇന്റർനാഷണൽ എയർപോർട്ട് ഉപരോധിക്കുക എന്ന് പറയുന്ന ദേശീയ അന്തർദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധേയമായ ഒരു സമരത്തിന് നേതൃത്വം നൽകാൻ കഴിഞ്ഞ ഒരു പ്രസ്ഥാനത്തിന്റെ ഉത്തരവാദിത്വം വഹിക്കുന്ന ആൾ എന്ന നിലയിൽ നിങ്ങൾക്ക് മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കുന്നതിൽ അഭിമാനമുണ്ട്. കേരളത്തിലും ദേശീയ തലത്തിലും ഇങ്ങനെ വിവിധങ്ങളായ സമരങ്ങളും പ്രക്ഷോഭങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. പക്ഷെ ഇങ്ങനെയൊക്കെ ആയിരിക്കെ തന്നെ എത്രത്തോളം മുസ്ലിം സമുദായം ഇതിന്റെ ഗൗരവം തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നതിനെ കുറിച്ച് നാം ഓരോരുത്തരും ആലോചിക്കേണ്ടുന്ന സന്ദർഭം കൂടിയാണിത്. നേരത്തെ സ്വാഗത പ്രാസംഗികൻ സൂചിപ്പിച്ചതുപോലെ എല്ലാം കോടതിയുടെ കൈകളിൽ അർപ്പിച്ച്, കോടതിയിൽ വിശ്വാസം അർപ്പിച്ച് അടങ്ങിയിരിക്കുവാൻ കഴിയുന്ന അവസ്ഥയിലാണോ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ എന്നത് നാം ഓരോരുത്തരും ആലോചിച്ചു നോക്കേണ്ടുന്നതാണ്. ഇന്ത്യയുടെ ചരിത്രം എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ ഇന്ത്യയിലെ നിയമ സംവിധാനങ്ങൾ
അത് എക്സിക്യൂട്ടീവ് ആയാലും ലെജിസ്ലേച്ചർ ആയാലും ഇനി ജുഡീഷ്യറി ആയാലും ഇന്ത്യയിലെ മുസ്ലിം സമുദായത്തോട് ഓരോ കാലഘട്ടത്തിലും എങ്ങനെയാണ് പെരുമാറിയിട്ടുള്ളത് എന്നതിനെ കുറിച്ച് വലിയ ചരിത്രമൊന്നും പറയാതെ തന്നെ നമുക്കെല്ലാവർക്കും ഓർമ്മയിലുള്ള നൂറുകണക്കിന് സംഭവ വികാസങ്ങൾ നമുക്ക് ഓർത്തെടുക്കുവാൻ കഴിയും. അതുകൊണ്ട് തന്നെ മുസ്ലിം സമുദായം ഈ വിഷയത്തിൽ ഒന്നാമതായി മനസ്സിലാക്കേണ്ടുന്നത്, നേരത്തെ ബാബരി മസ്ജിദിന്റെ വിഷയത്തിൽ പേഴ്സണൽ ലോ ബോർഡിന്റെ ചെയർമാനോട് ചോദിക്കുന്നുണ്ട്, ബാബരി മസ്ജിദ് വിഷയത്തിൽ നിങ്ങൾ ഇത്തരത്തിലുള്ള വലിയ പ്രക്ഷോഭങ്ങളുമായി രംഗത്തിറങ്ങിയിട്ടില്ലല്ലോ, പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ വഖഫ് ഭേദഗതി നിയമത്തിനെതിരെ രാജ്യവ്യാപകമായ ഇത്തരം പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുന്നത് എന്ന് ഓൾ ഇന്ത്യ പേഴ്സണൽ ലോ ബോർഡിന്റെ ചെയർമാനോട് ചോദിക്കുമ്പോൾ അദ്ദേഹം അതിന് പറയുന്ന ഉത്തരം, ബാബരി മസ്ജിദ് ഒരു പള്ളിയുടെ പ്രശ്നമായിരുന്നെങ്കിൽ വഖഫ് ഭേദഗതി നിയമം എന്ന് പറയുന്നത് ഇന്ത്യയിലെ എല്ലാ പള്ളികളുടെയും പ്രശ്നമാണ്. ബാബരി മസ്ജിദ് ഒരു തർക്കഭൂമിയായിരുന്നെങ്കിൽ വഖഫ് ഭേദഗതി നിയമത്തിലൂടെ സംഭവിക്കാൻ പോകുന്നത് ഇന്ത്യയിലെ എല്ലാ പള്ളികളും തർക്കഭൂമിയായി മാറുക എന്നതാണ്. പള്ളികൾ മാത്രമല്ല, അതിനോട് ചേർന്ന ഖബർസ്ഥാനുകൾ, ഇന്ത്യയിലെ മദ്രസകൾ, ഇന്ത്യയിലെ മതപാഠശാലകൾ, ഇന്ത്യയിലെ ആതുരാലയങ്ങൾ, ഇന്ത്യയിലെ മുസാഫർ ഖാനകൾ തുടങ്ങി അങ്ങനെ വരുന്ന ലക്ഷോപലക്ഷം സ്വത്തുക്കൾ തർക്കഭൂമികളായി മാറുക എന്ന് പറയുന്ന അതിദാരുണമായ ഒരു സംഭവ വികാസത്തിലേക്കാണ് ഇന്ത്യ ചെന്നെത്താൻ പോകുന്നത് എന്നതാണ് വഖഫ് ഭേദഗതി നിയമത്തിന്റെ പരിണിതി ഫലം എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിന്റെ ഗൗരവം ഇന്ത്യൻ മുസ്ലിങ്ങൾ അതിന്റെ തീവ്രതയിൽ മനസ്സിലാക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇന്ത്യയിലെ വഖഫ് സ്വത്തിന്റെ ഒരു ചരിത്രം എന്ന് പറയുന്നത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ചരിത്രമാണ്. ആയിരക്കണക്കിന് വർഷങ്ങൾ, സഹസ്രാബ്ദങ്ങൾ എന്ന് പറഞ്ഞാൽ തെറ്റില്ലാത്ത ചരിത്രമാണ് ഇന്ത്യയിലെ വഖഫ് സ്വത്തുക്കളുടെ ചരിത്രം എന്ന് പറയുന്നത്. അഥവാ ഇന്ത്യ എന്ന് നാം ഇപ്പോൾ പേരിട്ട് വിളിക്കുന്ന ഒരു ഇന്ത്യയുണ്ടല്ലോ, ആ ഇന്ത്യ രൂപപ്പെട്ടു വന്നത് 1947 എന്ന് നമുക്കറിയാം. അതിനു മുമ്പുണ്ടായിരുന്നത് ബ്രിട്ടീഷ് ഇന്ത്യയാണ്. ബ്രിട്ടീഷുകാർ കൈവശം വെച്ചിരുന്ന ഭൂമിയെയാണ് അന്ന് ബ്രിട്ടീഷ് ഇന്ത്യ എന്ന് വിളിച്ചിരുന്നത്. അതിനു മുമ്പുണ്ടായിരുന്നത് വിവിധങ്ങളായ നാട്ടുരാജ്യങ്ങളും വിവിധങ്ങളായ സാമ്രാജ്യങ്ങളുമായിരുന്നു. അതിനൊന്നും ഇന്ത്യ എന്ന് പേരുണ്ടായിരുന്നില്ല എന്ന് നമുക്കറിയാം. അഥവാ ഇന്ത്യ എന്ന് പറയുന്ന ഒരു സങ്കല്പവും ഒരു ആശയവും ഒരു അസ്തിത്വവും ഒക്കെ ഉണ്ടാവുന്നതിന് സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് രൂപപ്പെട്ട വഖഫ് സ്വത്തുക്കൾ ഇന്ത്യയിൽ എമ്പാടുമുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും. ജനുവരി 26-നും ആഗസ്റ്റ് 15-നും ഇന്ത്യയിലെ പ്രധാനമന്ത്രിമാർ പതാക ഉയർത്താൻ പോകുന്നത് എങ്ങോട്ടാണ്? അവർ പതാക ഉയർത്താൻ പോകുന്നത് ഡൽഹിയിലെ ചെങ്കോട്ടയിലേക്കാണ്. ഓൾഡ് ഡൽഹിയിൽ ഇപ്പോൾ സ്ഥിതി ചെയ്യുന്ന ചെങ്കോട്ടയിലേക്കാണ് അവർ പതാക ഉയർത്താൻ പോകുന്നത്. പരേഡുകൾ നടക്കുന്നത് ചെങ്കോട്ടയിലേക്കാണ്. ലോകത്തിലെ ഏത് രാജ്യത്തെയും വിശിഷ്ട അതിഥികൾ ഇന്ത്യയിലേക്ക് വന്നാൽ, 2 ആഴ്ച മുമ്പ് ഇന്ത്യയിൽ പുതിയ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ഇന്ത്യ സന്ദർശിക്കുകയുണ്ടായി. അദ്ദേഹം ഇന്ത്യയിൽ സന്ദർശിച്ച ഏക കേന്ദ്രം എന്ന് പറയുന്നത് താജ്മഹലാണ്. ഇങ്ങനത്തെ കേന്ദ്രങ്ങളൊക്കെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പണിതുയർത്തപ്പെട്ട ഇത്തരം കേന്ദ്രങ്ങൾ എങ്ങനെയാണ് രൂപപ്പെട്ടത് എന്നതിനെ കുറിച്ച് നാം ആലോചിക്കണം. അഥവാ ഇപ്പോഴത്തെ നിയമ സംവിധാനങ്ങൾ, രജിസ്ട്രേഷൻ സംവിധാനങ്ങൾ, ഭരണകൂട സംവിധാനങ്ങൾ, ഭരണവും നിയമവും ഒക്കെ ഉണ്ടാവുന്നതിനും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇന്ത്യയിൽ വഖഫ് ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. സുപ്രീം കോടതിയിലെ ആദ്യ സിറ്റിംഗിൽ 5-ാം തീയതി നടന്ന സിറ്റിംഗിൽ സുപ്രീം കോടതി തുഷാർ മേത്ത എന്ന് പറയുന്ന സോളിസിറ്റർ ജനറലിനോട് ചോദിക്കുന്നുണ്ട്, ഇന്ത്യയിലെ എല്ലാ വഖഫ് സ്വത്തുക്കളും രജിസ്റ്റർ ചെയ്യണം, അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്ത സ്വത്തുക്കൾ മാത്രമേ ഇനി മുതൽ വഖഫ് സ്വത്തുക്കളായി പരിഗണിക്കുകയുള്ളൂ എന്ന് സോളിസിറ്റർ ജനറൽ പറയുമ്പോൾ സഞ്ജീവ് ഖന്ന എന്ന് പറയുന്ന 13-ാം തീയതി റിട്ടയർ ചെയ്യാൻ പോകുന്ന ഇന്ത്യയുടെ പരമോന്നത നീതിപീഠത്തിന്റെ ന്യായാധിപൻ ചോദിക്കുന്നുണ്ട്, ഈ രജിസ്ട്രേഷൻ സംവിധാനവും ഒക്കെ വരുന്നതിന് മുമ്പേ വഖഫ് ഉണ്ടല്ലോ, ആ വഖഫ് സ്വത്തുക്കൾ നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന്. ഇന്ത്യയിലെ ഓരോ മുസ്ലിമും
വളരെ ഭീകരമായ ആശങ്കയോടുകൂടി ചോദിക്കുന്ന ആ ചോദ്യത്തിന് കൃത്യമായ ഉത്തരം കേന്ദ്ര ഗവൺമെന്റിന്റെ ആ പ്രതിനിധി പറഞ്ഞില്ല. മറിച്ച് താണുകേൺ അപേക്ഷിച്ച്, വിനീതനായി അപേക്ഷിച്ച്, മാപ്പ് പറയുന്ന സ്വരത്തിൽ അപേക്ഷിച്ച് ഈ നിയമം സ്റ്റേ ചെയ്യരുത് എന്ന് മാത്രം ആവശ്യപ്പെട്ടു. ചില ഉറപ്പുകൾ നൽകി. ഞങ്ങൾ ഇപ്പോഴത്തെ തൽസ്ഥിതികളൊന്നും മാറ്റം വരുത്തുകയില്ല, ഞങ്ങൾ സ്റ്റാറ്റസ് കോ നിലനിർത്തും. വഖഫ് ബോർഡുകളിലും വഖഫ് ട്രൈബ്യൂണലുകളിലും ഇപ്പോൾ നടത്തുന്ന നിയമനങ്ങൾ ഞങ്ങൾ മാറ്റം വരുത്തുകയില്ല, ഞങ്ങൾ സ്റ്റാറ്റസ് കോ നിലനിർത്തിക്കോളാം എന്ന ഒരു ഉറപ്പ് അതൊരു ഉത്തരവായി പുറപ്പെടുവിച്ച് ആ ഉറപ്പിനെ ഒരു രേഖയായി പരിഗണിച്ചുകൊണ്ട് അങ്ങനെ വിടുകയാണ് സുപ്രീം കോടതി ചെയ്തിരിക്കുന്നത്. ഇനി ഗവായിയുടെ നേതൃത്വത്തിലുള്ള പുതിയ ബെഞ്ചിലേക്ക് ഇത് പോവുകയാണ്. ഇനി സംഭവിക്കാനിരിക്കുന്നത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടുന്ന സംഗതികളാണ്. ഞാൻ പറഞ്ഞു വന്നത് ഇന്ത്യയിലെ വഖഫിന്റെ ചരിത്രത്തെ കുറിച്ചാണ്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വഖഫുകൾ നമുക്ക് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൂടെ കേരളത്തിൽ നിന്ന് നോക്കിക്കാണുന്നത് പോലെയല്ല. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൂടെ നാം യാത്ര ചെയ്താൽ ഉത്തരേന്ത്യയുടെ ജീവനാഡിയായി നമുക്ക് വഖഫിനെ കാണാൻ കഴിയും. വെറും പള്ളികളും മദ്രസകളും മാത്രമല്ല, അവിടുത്തെ സാമൂഹിക ജീവിതത്തിന്റെ അടിത്തറയായി, അട്ടിക്കല്ലായി, അടിസ്ഥാനമായി വഖഫ് സ്വത്തുകൾ പ്രവർത്തിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അവിടുത്തെ മുസ്ലിമിന്റെ സാമൂഹിക ജീവിതത്തെ അടിമുടി ചൂഴ്ന്നു നിൽക്കുന്ന സംവിധാനമാണ് വഖഫ് എന്ന് നമുക്ക് കാണാൻ കഴിയും. അത് അങ്ങനെ കേവലം എങ്ങനെയോ അങ്ങനെ സംഭവിച്ചു പോയതല്ല. മുസ്ലിം നാഗരികതകൾ നിലനിന്നിരുന്ന ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും നമുക്കത് കാണാൻ കഴിയും. ഡമാസ്കസിലൂടെ സഞ്ചരിച്ചിട്ട് ഇബ്നു ബത്തൂത്ത രേഖപ്പെടുത്തുന്നുണ്ട്. ഇബ്നു ബത്തൂത്ത പറയുന്നത് ഇങ്ങനെയാണ്: ഡമസ്കസിൽ എന്തിനൊക്കെ വേണ്ടി വഖഫ് ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ, റോഡുകൾ നിർമ്മിക്കാൻ വേണ്ടി വഖഫ് ഉണ്ടായിരുന്നു, നടപ്പാതകൾ നിർമ്മിക്കാൻ വേണ്ടി വഖഫ് ഉണ്ടായിരുന്നു, പാലങ്ങൾ നിർമ്മിക്കാൻ വേണ്ടി വഖഫ് ഉണ്ടായിരുന്നു. അങ്ങനെ ആ നാടിന്റെ സാമൂഹ്യമായ ജീവിതത്തിന്റെ എല്ലാ മേഖലകൾക്ക് വേണ്ടിയും ആ നാട്ടിൽ വഖഫ് സ്വത്തുക്കൾ ഉണ്ടായിരുന്നു എന്ന് ഇബ്നു ബത്തൂത്ത നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മുസ്ലിം നാഗരികതയുടെ കളിത്തൊട്ടിൽ എന്ന് വിശേഷിക്കപ്പെട്ട ഡമസ്കസിനെ കുറിച്ച് എഴുതിയത് നമുക്ക് കാണാൻ കഴിയും. മുസ്തഫ സിബായി രേഖപ്പെടുത്തുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇന്നത്തെ മുസ്ലിം ഉസ്മാനിയ ഖിലാഫത്തിന്റെ കാലഘട്ടത്തിൽ ഒരു വിചിത്രമായ വഖഫിനെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. അത് ആശുപത്രിയിൽ കിടക്കുന്ന രോഗികളുണ്ടല്ലോ, ആ രോഗികൾ വളരെ വലിയ സമ്മർദ്ദം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ടാവും. രോഗത്തിന്റെ സമ്മർദ്ദമുണ്ടാവും, സാമ്പത്തിക പ്രയാസത്തിന്റെ സമ്മർദ്ദമുണ്ടാവും, വേദനകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ടാവും. ഇങ്ങനെ പലവിധങ്ങളായ സമ്മർദ്ദങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന രോഗികൾക്കിടയിലൂടെ നടന്ന് അവരോട് സംസാരിച്ച് അവരുടെ മുഖത്ത് പ്രസന്നത വരുത്താൻ വേണ്ടി ആളുകളെ നിയോഗിക്കുക. ആ ആളുകൾക്ക് കൂലി കൊടുക്കാൻ വേണ്ടി അവിടെ വഖഫ് ഉണ്ടായിരുന്നു എന്ന് ഡോക്ടർ മുസ്തഫ സിബായി രേഖപ്പെടുത്തിയത് നമുക്ക് കാണാൻ കഴിയും. ചരിത്രത്തിൽ അത് മാത്രമല്ല, പറവകൾക്ക് ഭക്ഷണം കൊടുക്കാൻ, കിളികൾക്ക് വെള്ളം കൊടുക്കാൻ, എന്തിനു പറയുന്നു, വിചിത്രമായ വേറെയും സംഭവങ്ങൾ നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും. അതും ഉസ്മാനിയ ഖിലാഫത്തിന്റെ കാലഘട്ടത്തിൽ ആ നാട്ടിലെ ഭക്ഷണശാലകളിൽ ചെറിയ കുട്ടികൾ സപ്ലയർമാരായി നിയോഗിക്കപ്പെടുമായിരുന്നു. അങ്ങനെ നിയോഗിക്കപ്പെടുന്ന കുട്ടികളെ കയ്യിൽ നിന്ന് പാത്രങ്ങൾ നിലത്ത് വീണ് പൊട്ടിപ്പോകുമായിരുന്നു. പൊട്ടുന്ന പാത്രങ്ങൾ കൈകാര്യം ചെയ്യുന്ന ചെറിയ കുട്ടികളുടെ കയ്യിൽ നിന്ന് പാത്രങ്ങൾ നിലത്ത് വീണ് പൊട്ടിപ്പോകുന്ന സന്ദർഭത്തിൽ അവരുടെ യജമാനന്മാർ അവരെ മർദ്ദിക്കുമായിരുന്നു. ഇത് കണ്ട ഒരു യാത്രക്കാരൻ, ഒരു മുസാഫിർ അവിടെ വഖഫ് ചെയ്യുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ഇങ്ങനെ പൊട്ടിപ്പോകുന്ന പാത്രങ്ങൾ ഈ കുട്ടികൾക്ക് മാറ്റി വാങ്ങുവാൻ വേണ്ടി അവിടെ വഖഫ് ചെയ്യപ്പെടുന്നത് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. അഥവാ പള്ളികൾക്കും മദ്രസകൾക്കും വേണ്ടി മാത്രമല്ല, ഖബർസ്ഥാനുകൾക്കും മുസാഫിർഖാനകൾക്കും വേണ്ടി മാത്രമല്ല, ചരിത്രത്തിൽ തുല്യതയില്ലാത്ത വിധം ജനോപകാരപ്രദമായ സാമൂഹ്യമായ ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും ചരിത്രത്തിൽ വഖഫ് ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. ഉസ്മാനിയ ഖിലാഫത്തിന്റെ കാലഘട്ടത്തിനെ കുറിച്ച് പറയാറുണ്ട്. ഒരു കുട്ടി
വഖഫിന്റെ സ്വത്തിൽ ജനിച്ച് അഥവാ വഖഫിന്റെ സ്വത്തിൽ നിന്ന് നടത്തപ്പെടുന്ന ഒരു ആശുപത്രിയിൽ ജനിച്ച് വഖഫിലൂടെ വളർന്ന് വഖഫ് കൊണ്ട് വിദ്യാഭ്യാസം നേടി വഖഫിൽ തന്നെ ജോലി ചെയ്ത് വഖഫാൽ ചെയ്യപ്പെട്ട ഖബർസ്ഥാനിൽ ഖബറടക്കപ്പെടുന്ന, അങ്ങനെ വഖഫിൽ നിന്ന് തുടങ്ങി വഖഫിൽ അവസാനിക്കുന്ന ഒരു ജീവിതത്തെ കുറിച്ച് ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട് കിടക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇത് മുസ്ലിം നാഗരികതകൾ എവിടെയൊക്കെ കളിയാടിയിട്ടുണ്ടോ, മുസ്ലിങ്ങൾ എവിടെയൊക്കെ ജീവിച്ചിട്ടുണ്ടോ, അവരുടെയൊക്കെ ജീവിതത്തോടൊപ്പം വഖഫും ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ആ ചരിത്രത്തിലേക്ക് നമ്മൾ പോയാൽ ആദ്യമായിട്ട് ഇന്നത്തെ വഖഫിന്റെ ആദ്യത്തെ രൂപം ആരാണ് ചരിത്രത്തിൽ എന്ന് ചോദിച്ചാൽ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ അദ്ദേഹം വഖഫ് ചെയ്യുമ്പോൾ മുസ്ലിമാണോ അല്ലയോ എന്നതിനെ കുറിച്ച് തർക്കമുള്ള ഒരാളാണ് ചരിത്രത്തിലെ ആദ്യത്തെ വഖഫ് എന്ന് വഖഫിന് നിമിത്തമായത് എന്ന് നമുക്ക് കാണുവാൻ കഴിയുമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അദ്ദേഹത്തിന്റെ പേര് മുവൈരിക് എന്നാണ്. അദ്ദേഹം വലിയ ജൂത പണ്ഡിതനായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. അദ്ദേഹം ജൂത മതത്തിലെ വലിയ പണ്ഡിതനായിരുന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനത്തിന് ശേഷം അദ്ദേഹത്തിന്റെ ലക്ഷണങ്ങൾ തിരിച്ചറിഞ്ഞ അദ്ദേഹം ഇത് അന്ത്യപ്രവാചകനാണ് എന്ന് തിരിച്ചറിയുന്നുണ്ട്. അങ്ങനെ തിരിച്ചറിഞ്ഞ മുവൈരിക് എന്ന് പറയുന്ന ഈ ജൂത പണ്ഡിതൻ അദ്ദേഹത്തിന്റെ കൈവശമുണ്ടായിരുന്ന 7 തോട്ടങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സംഭാവനയായി നൽകുന്നത് ഹദീസ് ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. അദ്ദേഹം ഇത് സംഭാവനയായി നൽകുന്ന ഘട്ടത്തിൽ അദ്ദേഹം മുസ്ലിം ആയിരുന്നോ ജൂതനായിരുന്നോ എന്നതിനെ കുറിച്ച് പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഏതായാലും അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട 7 തോട്ടങ്ങൾ സംഭാവനയായി നൽകുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിച്ചതിന് ശേഷം ഉഹുദ് യുദ്ധത്തിൽ പങ്കെടുക്കുന്നു. ഉഹുദ് യുദ്ധത്തിൽ പങ്കെടുക്കുന്ന സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നുണ്ട്, എന്റെ തോട്ടങ്ങൾ ഞാനെങ്ങാനും ഷഹാദത്ത് വരിക്കുകയാണെങ്കിൽ എന്റെ തോട്ടങ്ങൾ നബിയെ താങ്കൾക്ക് ഇഷ്ടമുള്ള വിധത്തിൽ അത് ചെലവഴിച്ചു കൊള്ളുക എന്ന് പറയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉഹുദ് യുദ്ധത്തിന്റെ സന്ദർഭത്തിൽ ഈ സ്വഹാബത്ത് ഈ മുവൈരിക് എന്ന് പറയുന്ന ഇസ്ലാമിലേക്ക് കടന്നു വന്ന ഇദ്ദേഹം ഷഹാദത്ത് വരിക്കുന്നുണ്ട്. അങ്ങനെ ഷഹാദത്ത് വരിച്ചപ്പോൾ ഈ മുവൈരിക് എന്ന് പറയുന്ന ആൾ സംഭാവന നൽകിയ 7 തോട്ടങ്ങൾ പൊതു ആവശ്യങ്ങൾക്ക് വേണ്ടി വിട്ടു നൽകുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്യുന്നത്. അത് ഇസ്ലാമിക ചരിത്രത്തിലെ ആദ്യത്തെ വഖഫായിട്ട് അത് വഖഫുൻ നബി എന്നാണ് അറിയപ്പെടുന്നത്. ഇദ്ദേഹത്തിന്റെ പേരിലല്ല, മറിച്ച് നബിക്ക് സംഭാവന നൽകുകയും നബി അത് വഖഫ് ചെയ്യുകയും ചെയ്തത് കൊണ്ട് അത് വഖഫുൻ നബി എന്ന് പറയുന്ന ചരിത്രത്തിൽ ആദ്യത്തെ വഖഫായിട്ട് അതിനെ രേഖപ്പെടുത്തുന്നത് നമുക്ക് കാണാൻ കഴിയും. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിലും അബൂ തൽഹ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിലും ഒക്കെ ആദ്യത്തെ വഖഫിന്റെ ഇത്തരം സന്ദർഭങ്ങൾ വഖഫ് എന്ന പദം അതിലില്ലെങ്കിലും ഇന്ന് നമ്മൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന വഖഫ് എന്ന് പറയുന്ന ആശയത്തിന്റെ ആദ്യ രൂപങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അഥവാ ഇതിന് ആയിരക്കണക്കിന് വർഷത്തെ പാരമ്പര്യമുള്ള ചരിത്രമുള്ള ഒരു സംവിധാനത്തിന്റെ പേരാണ് വഖഫ് എന്ന് പറയുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇന്ത്യയിലേക്ക് കടന്നു വരുന്ന സന്ദർഭത്തിലും ഇതിന് ഇത്തരത്തിലുള്ള പഴക്കം ഈ വഖഫ് സംവിധാനങ്ങൾക്ക് നമുക്ക് കാണാൻ കഴിയും. ഇന്ത്യയുടെ കണ്ണായ പ്രദേശങ്ങളിൽ, വലിയ വലിയ നഗരങ്ങളിലെ കണ്ണായ പ്രദേശങ്ങളിൽ ധാരാളം വഖഫ് സ്വത്തുക്കൾ, പ്രത്യേകിച്ച് ഡൽഹി പോലുള്ള പ്രദേശങ്ങളിൽ ധാരാളം വഖഫ് സ്വത്തുക്കൾ നമുക്ക് കാണാൻ കഴിയും. അഥവാ വഖഫ് എന്ന് പറയുന്നത് മുസ്ലിമിന്റെ ചരിത്രമാണ്, മുസ്ലിം സമുദായത്തിന്റെ അസ്തിത്വമാണ് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. അത് ഈ സമുദായത്തിന്റെ ചരിത്രമാണ്, അത് ഈ സമുദായത്തിന്റെ അസ്തിത്വമാണ്. എത്ര മായ്ച്ചു കളയാൻ ശ്രമിച്ചാലും, എത്ര തേച്ചു കളയാൻ ശ്രമിച്ചാലും മാഞ്ഞു പോകാത്ത ചരിത്രം ഇന്ത്യയിലെ മുസ്ലിം സമുദായത്തിനുണ്ട് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഇന്ത്യയിലെ ഹിന്ദുത്വ ഭീകര സംഘടനയായ RSSനെ, സംഘ് പരിവാറിനെ സംബന്ധിച്ചിടത്തോളം ചരിത്രം എന്ന് പറയുന്നത് എന്നും വലിയ വെല്ലുവിളിയാണ്.
എന്നും വലിയ തലവേദനയുണ്ടാക്കിയിട്ടുള്ളതാണ്. കാരണം എന്തെന്ന് ചോദിച്ചാൽ, ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ലജ്ജയോടുകൂടി അല്ലാതെ സ്വന്തം ചരിത്രം ഓർമ്മിക്കാൻ കഴിയാത്ത ഒരു നിഗൂഢ സംഘത്തിന്റെ പേരാണ് RSS എന്ന് പറയുന്നത്. ചരിത്രത്തിലേക്ക് നോക്കുമ്പോൾ എന്നും അധിനിവേശത്തോടൊപ്പം അധിനിവേശ ശക്തികളോടൊപ്പം ചേർന്ന് നിന്നതിന്റെ മാത്രം ചരിത്രമുള്ള, ഈ രാജ്യത്തെ ഒറ്റുകൊടുത്തതിന്റെ മാത്രം ചരിത്രമുള്ള, ഈ രാജ്യത്തെ വിമോചന പോരാട്ടത്തെ പിന്നിൽ നിന്ന് കുത്തിയതിന്റെ മാത്രം ചരിത്രമുള്ള, ഈ രാജ്യത്തെ സാമൂഹിക സൗഹാർദ്ദം തകർത്തതിന്റെ മാത്രം ചരിത്രമുള്ള ഒരു കൂട്ടർ മുസ്ലിം സമുദായത്തിന്റെ ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ അസൂയ തോന്നുക എന്ന് പറയുന്നത് വളരെ സ്വാഭാവികമാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇന്ത്യയിലെ മുസ്ലിം സമുദായം എന്ന് പറയുന്നത് 800 വർഷത്തോളം വിവിധങ്ങളായ സന്ദർഭങ്ങളിൽ വിവിധങ്ങളായ രാജാക്കന്മാരിലായി 800 വർഷക്കാലം ഇന്ത്യ ഭരിച്ച ഒരു സമുദായത്തിന്റെ പേരാണ് ഇന്ത്യയിലെ മുസ്ലിം സമുദായം എന്ന് പറയുന്നത്. 800 വർഷം എന്ന് പറഞ്ഞാൽ 8 നൂറ്റാണ്ട് കാലം എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. അത് എവിടം വരെ എത്തി എന്ന് പറഞ്ഞാൽ ഇത് ഏതോ ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള ഒരു ചരിത്രമല്ല. 1857 എന്ന് പറയുന്ന ഒരു 100-150 വർഷം മുമ്പ് വരെ ഇന്ത്യ ഭരിച്ച ഒരു സമുദായത്തിന്റെ പേരാണ്. അതിന്റെ തിരിശേഷിപ്പുകൾ, അതിന്റെ അവശേഷിപ്പുകൾ ഇന്ത്യയുടെ നാനാഭാഗങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. 1857 നടക്കുന്ന ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്നത് ബഹദൂർ ഷാ സഫർ എന്ന് പറയുന്ന അവസാനത്തെ മുഗൾ രാജാവിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന സമരമാണ്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിലെ ഐതിഹാസികമായ ഏടാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്നത്. ആ സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്നത് ഇന്ത്യയിലെ മുസ്ലിം സമുദായത്തിന്റെ കാർമ്മികത്വത്തിൽ നടന്ന ഐതിഹാസികമായ സമരമാണ്. എന്തായിരുന്നു ആ സമരത്തിന്റെ പരിണിതി ഫലം? ബഹദൂർ ഷാ സഫറിനെ ഡെറാഡൂണിലേക്ക് നാടുകടത്തി. ബഹദൂർ ഷാ സഫറിന്റെ കുടുംബത്തെ ഉന്മൂലനം ചെയ്തു, വധിച്ചു കളഞ്ഞു. അത്ര വലിയ ത്യാഗങ്ങൾ സഹിച്ച ഒരു സമുദായം, ഈ 100-150 വർഷം മുമ്പ് വരെ ഇന്ത്യ ഭരിച്ച ഒരു സമുദായം, 800 വർഷം മുമ്പ് 800 വർഷക്കാലം ഇന്ത്യ ഭരിച്ച ഒരു സമുദായം, ആ സമുദായത്തിന്റെ ചരിത്രം എന്ന് പറയുന്നത് സുവർണ ലിപികളിൽ എഴുതപ്പെട്ട, തങ്കലിപികളാൽ രേഖപ്പെടുത്തപ്പെട്ട, എന്നും ജ്വലിച്ചു നിൽക്കുന്ന ഒരു ചരിത്രമാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഈ ചരിത്രത്തിലേക്ക് ഒരു ചരിത്രവുമില്ലാത്ത സംഘപരിവാർ RSSഉം ഹിന്ദുത്വ ഭീകരരും ഈ ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ജാള്യത തോന്നുന്നു എന്നതാണ് വസ്തുത. ഈ ചരിത്രത്തിലേക്ക് അവർക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ലജ്ജ തോന്നുക എന്ന് പറയുന്നത് സ്വാഭാവികമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആ ചരിത്രത്തെ മായ്ച്ചു കളയാനുള്ള വിവിധങ്ങളായ ശ്രമങ്ങൾ സംഘപരിവാറിന്റെ നേതൃത്വത്തിൽ കാലങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. പാഠപുസ്തകങ്ങൾ മാറ്റി എഴുതിക്കൊണ്ടിരിക്കുന്നു, ചരിത്രം തന്നെ മാറ്റി എഴുതിക്കൊണ്ടിരിക്കുന്നു. ഇന്ത്യയുടെ ഔദ്യോഗിക, നമ്മളെല്ലാവരും ഒരു ഘട്ടത്തിൽ സമരത്തിനിറങ്ങിയ സന്ദർഭമാണ്. ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമര പോരാളികളുടെ ഔദ്യോഗിക പട്ടികയിൽ നിന്നും മലബാർ സമരത്തിന്റെ പോരാളികളെ വെട്ടിമാറ്റിയ ഒരു സന്ദർഭം നമുക്കെല്ലാവർക്കും ഓർമ്മയുള്ളതാണ്. അഥവാ മുസ്ലിം സമുദായത്തിന്റെ നേതൃത്വത്തിൽ മലബാറിൽ നടന്ന ഐതിഹാസികമായ ഒരു സ്വാതന്ത്ര്യ സമര പോരാട്ടത്തെ മായ്ച്ചു കളയാനുള്ള ശ്രമം, അങ്ങനെ വിവിധങ്ങളായ ശ്രമങ്ങൾ നടക്കുകയുണ്ടായി. ഇപ്പോൾ പള്ളികളുമായി ബന്ധപ്പെട്ട് ധാരാളം തർക്കങ്ങൾ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. സമ്പൽ മസ്ജിദുമായി ബന്ധപ്പെട്ട്, മധുരയിലെ ഷാഹി മസ്ജിദുമായി ബന്ധപ്പെട്ട്, അങ്ങനെ ധാരാളം പള്ളികളുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ, അതിൽ പലതും പൊളിച്ചുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഡൽഹിയിലെ മഹ്റോളി എന്ന് പറയുന്ന, ഡൽഹിയുടെ തൊട്ടടുത്ത പ്രദേശമായ മഹ്റോളി എന്ന് പറയുന്ന സ്ഥലത്ത് അഗുഞ്ചി എന്ന് പറയുന്ന ഒരു പള്ളി ഡൽഹി ഡെവലപ്മെന്റ് കോർപ്പറേഷൻ പൊളിച്ചു കളയുകയുണ്ടായി. അങ്ങനെ ഒരു പാതിരാത്രിയിൽ, ഒരു സുബഹി നമസ്കാരത്തിന്റെ തൊട്ടു മുമ്പുള്ള സമയത്ത് ബുൾഡോസറുകളുടെ അകമ്പടിയോടുകൂടി 100 കണക്കിന് പോലീസുകാർ ആ പള്ളിയിലേക്ക് കടന്നു വരികയാണ്. പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞു വന്നത് ഡൽഹിയിലെ മഹ്റോളിയിലെ അഗുഞ്ചി മസ്ജിദ് സന്ദർശിച്ച സന്ദർഭത്തിൽ ഒരു കല്ല് പോലും അവശേഷിക്കാതെ ബുൾഡോസറുകൾ ഉപയോഗിച്ച് ആ പള്ളി ഒരു പാതിരാവിൽ
നൂറുകണക്കിന് പോലീസുകാരുടെ അകമ്പടിയോടുകൂടി ഡൽഹി ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ അധികാരികൾ അവിടെ എത്തിയിട്ട് അവിടെ ദർസിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളെ അവരുടെ ഡ്രസ്സ് എടുക്കാനോ അവർക്ക് ഭക്ഷണം പാകം ചെയ്യാൻ അവിടെ ഉണ്ടായിരുന്ന ഭക്ഷണ വസ്തുക്കൾ എടുക്കാനോ പോലും അനുവദിക്കാതെ അവിടെ ഉസ്താദിനെയും ദർസിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന മുതഅല്ലിമീങ്ങളെയും അവിടെ നിന്ന് പുറന്തള്ളിയിട്ട് നിമിഷ നേരങ്ങൾ കൊണ്ട് പൊളിച്ചു കളഞ്ഞിട്ടുണ്ടൊരു പള്ളി. ഒരു കാടിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ഒരു പള്ളിയാണ്. ആ പള്ളി പൊളിച്ചു കളയാൻ അവർ പറഞ്ഞ ഒരു കാരണം, ആ പള്ളി കയ്യേറ്റ ഭൂമിയിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്നാണ്. നമ്മൾ കേട്ടാൽ വിചാരിക്കും കയ്യേറ്റ ഭൂമിയിൽ അങ്ങനെ പള്ളി ഉണ്ടെങ്കിൽ പൊളിക്കണ്ടേ, പള്ളിയാണെങ്കിലും പൊളിക്കണ്ടേ എന്ന് കേൾക്കുന്ന ആർക്കും തോന്നും. ആ പള്ളി എന്ന് പറയുന്നത് 800 വർഷം മുമ്പ് നിർമ്മിച്ച ഒരു പള്ളിയാണ്. അന്ന് ഡൽഹി ഭരിച്ചിരുന്ന ബീഗം റസിയ സുൽത്താന എന്ന് പറയുന്ന ഡൽഹിയിലെ ഭരണാധികാരി നിർമ്മിച്ച 800 വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ച ഒരു പള്ളി ഇന്നത്തെ ഭരണകൂടം വന്നിട്ട് പറയുകയാണ് ഇത് കയ്യേറ്റ ഭൂമിയിൽ നിർമ്മിച്ച പള്ളിയാണ്. ആരുടെ ഭൂമി, ആര് കയ്യേറിയത്, ഏത് നിയമപ്രകാരം എന്ന് ചോദിക്കാൻ ഒരു കോടതിക്ക് പോലും നാവ് പൊങ്ങിയിട്ടില്ല എന്ന്, ഈ നിമിഷം വരെ നാവ് പൊങ്ങിയിട്ടില്ല എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇങ്ങനെ പറയുന്ന ഒരു പള്ളിയുടെ കഥയല്ല. വേറെ ഏതെങ്കിലും ഒരു രാജ്യമായിരുന്നെങ്കിൽ ചരിത്ര ശേഷിപ്പുകളായിട്ട്, ചരിത്ര സ്മാരകങ്ങളായിട്ട് സൂക്ഷിക്കുമായിരുന്ന, ഉത്തരേന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന നൂറുകണക്കിന് ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള നൂറുകണക്കിന് പള്ളികൾ ഇങ്ങനെ കയ്യേറുകയോ പൊളിച്ചു കളയുകയോ വേണ്ടത്ര അളവിൽ സംരക്ഷിക്കുകയോ ചെയ്യാതെ നഷ്ടപ്പെട്ടു പോയത് നമുക്ക് കാണാൻ കഴിയും. ഈ അടുത്ത് ഡൽഹിയിൽ ഒരു ചരിത്ര സ്മാരകം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഒരു പള്ളി വേണ്ടത്ര സംരക്ഷണമില്ലാത്തത് കൊണ്ട് തകർന്നു വീഴുകയുണ്ടായി. ഇപ്പോൾ പാസാക്കപ്പെട്ട വഖഫ് ഭേദഗതി നിയമത്തിലും ഇതുമായി ബന്ധപ്പെട്ട ഒരു ക്ലോസ് നമുക്ക് കാണാൻ കഴിയും. അഥവാ പഴക്കമുള്ള ഏത് ചരിത്ര നിർമ്മിതിയെയും, അത് പള്ളിയാണെങ്കിലും ശരി, ആരാധനാലയങ്ങളാണെങ്കിലും ശരി, അത് ചരിത്രപരമായി പ്രാധാന്യമുള്ളതാണെങ്കിൽ അത് ഏറ്റെടുക്കാൻ സർക്കാരിന് അധികാരം നൽകുന്ന ഒരു വ്യവസ്ഥ അത് ഈ പുതിയ പാസാക്കപ്പെട്ട വഖഫ് ഭേദഗതി നിയമത്തിലും നമുക്ക് കാണാൻ കഴിയും. അഥവാ ഇത്തരത്തിൽ ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള ഏത് ചരിത്ര നിർമ്മിതിയെയും ഏത് പള്ളിയെയും സർക്കാരിന് എളുപ്പം കൈവശപ്പെടുത്താനും അങ്ങനെ അത് ചരിത്രപരമായ പ്രാധാന്യമുള്ളതാണ് എന്നതുകൊണ്ട് ആരാധനകൾ വിലക്കാനുമുള്ള തന്ത്രപരമായ നീക്കമായിട്ട് മാത്രമേ നമുക്കിതിനെ കാണാൻ കഴിയുള്ളൂ. ഡൽഹിയിൽ ആഗ്രയിൽ താജ്മഹലിനകത്ത് പള്ളിയുണ്ട്. ഈ പള്ളിയിൽ നമസ്കാരം നടക്കുന്നുണ്ട്. ഈ നമസ്കാരം നിർത്തിക്കാൻ വേണ്ടി, തടസ്സപ്പെടുത്താൻ വേണ്ടി എത്രയോ കാലങ്ങളായിട്ട് സംഘപരിവാർ ശക്തികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. നിരവധിയായ തവണകളിൽ അവർ കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ഭരണകൂടങ്ങളെ സമീപിച്ചുകൊണ്ട്, ഭരണകൂടങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് ആ പള്ളി പൂട്ടിക്കാനുള്ള ശ്രമങ്ങൾ നിരന്തരമായി നടക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. പാർലമെന്റ് കോമ്പൗണ്ടിനകത്ത് ഇതുപോലെ പള്ളിയുണ്ട്. ആ പള്ളിയിലെ നമസ്കാരം തടസ്സപ്പെടുത്താനും നിർത്തിക്കാനും വേണ്ടിയുള്ള ശ്രമങ്ങൾ സംഘപരിവാറിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് കാണാൻ കഴിയും. അഥവാ ഇന്ത്യയിലെ എല്ലാ മുസ്ലിം ചരിത്രങ്ങളെയും, എല്ലാ ചരിത്ര നിർമ്മിതികളെയും, എല്ലാ അസ്തിത്വത്തെയും തകർക്കുവാനും അതുവഴി അസ്തിത്വമില്ലാത്ത ഒരു സമുദായമായിട്ട്, ചരിത്രമില്ലാത്ത ഒരു സമുദായമായിട്ട് എളുപ്പത്തിൽ, ചരിത്രമില്ലാത്ത ഒരു സമുദായത്തിന് എന്താണ് പ്രശ്നമെന്ന് ചോദിച്ചാൽ എളുപ്പത്തിൽ ഉന്മൂലനം സാധ്യമാണ്. താഴ്വേര് വെട്ടിക്കഴിഞ്ഞാൽ ഒരു മരത്തെ കടപഴക്കുന്നത് എത്ര എളുപ്പമാണോ അത്ര എളുപ്പമായിരിക്കും ചരിത്രത്തെ മായ്ച്ചു കളഞ്ഞ ഒരു സമുദായത്തെ ഉന്മൂലനം ചെയ്യുക എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ RSSഉം സംഘപരിവാറും ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുന്ന മുസ്ലിം വംശഹത്യാ പ്രൊജക്റ്റിലെ വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കമാണ് ഈ വഖഫ് ഭേദഗതി നിയമം എന്നത്. ഉൾക്കിടിലത്തോടുകൂടി മുസ്ലിം സമുദായം തിരിച്ചറിയേണ്ടതുണ്ട്. ഇത് ചരിത്രം മായ്ച്ചു കളയാനുള്ള ശ്രമമാണ്. ഈ ഭേദഗതി നിയമം എന്ന് പറയുന്നത് ഒരർത്ഥത്തിൽ നമ്മൾ ഓടിച്ചു വായിച്ചു നോക്കിയാൽ തന്നെ സുപ്രീം കോടതിയിലെ വലിയ നിയമവ്യവഹാരങ്ങൾക്കൊന്നും പോകാതെ തന്നെ നമ്മുടെ നാടൻ യുക്തികൾ വെച്ച് ആലോചിച്ചാൽ തന്നെ
ഒരു വകക്ക് കൊള്ളില്ല എന്ന് പറഞ്ഞ് ചവറ്റുകൊട്ടയിൽ വലിച്ചെറിയാൻ മാത്രം വിലയുള്ള ഒന്നാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. ഞാനും നിങ്ങളും തമ്മിൽ ഒരു ഭൂമി തർക്കം ഉണ്ടാവുകയാണ്. നിങ്ങളുടെ ഉടമസ്ഥതയിലുള്ള ഒരു ഭൂമി ഒരു സുപ്രഭാതത്തിൽ ഞാൻ ഇവിടുത്തെ ഒരു സിവിൽ കോടതിയിൽ കേസ് കൊടുക്കുകയാണ്. ആ ഭൂമി എന്റേതാണ്, എനിക്കതിൽ അവകാശമുണ്ട് എന്ന് പറഞ്ഞിട്ടൊരു കേസ് കൊടുക്കുകയാണ്. അങ്ങനെ കേസ് കൊടുത്താൽ, അല്ലെങ്കിൽ വേണ്ട ഒരു മധ്യസ്ഥനോട് പറയുകയാണ്, ഉത്തരവാദിത്തപ്പെട്ട നാട്ടിലെ ഒരു പൊതുപ്രവർത്തകനോടോ അല്ലെങ്കിൽ മഹല്ല് കമ്മിറ്റിയോടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സാമൂഹിക കൂട്ടായ്മയോടോ നമ്മളൊരു പരാതി ഉന്നയിക്കുകയാണ്. ഇന്നയാളുടെ ഭൂമിയിൽ ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട്, എനിക്കതിൽ അവകാശമുണ്ട് എന്ന് നമ്മൾ പറഞ്ഞാൽ ഉടനെ തന്നെ അയാൾ എന്താ പറയാ, എന്നാ നാളെ മുതൽ ആ ഭൂമി നിന്റേതല്ല കേട്ടോ, അത് നമുക്കിനി തീർപ്പായിട്ട് ആരുതാണെന്ന് പറയാം. ഇനി നീ അത് മുതൽ തേങ്ങ എടുക്കണ്ട, നീ അതിലെ റബ്ബർ വെട്ടേണ്ടതില്ല, നീ ഇനി അതിലെ കുരുമുളക് പറിക്കേണ്ടതില്ല. രണ്ടാളുടെയും തർക്കം തീരുന്നത് വരെ അത് രണ്ടാളുടേതുമല്ല എന്നാരെങ്കിലും പറയുമോ? ഈ വഖഫ് ഭേദഗതി നിയമം നിങ്ങളൊന്ന് വായിച്ചു നോക്കൂ. അതിൽ പറയുന്ന ഒരു നിയമം ഇങ്ങനെയാണ്: അഥവാ നാട്ടിൽ ഒരു വഖഫ് സ്വത്തിന്റെ മേൽ, ഈ നാട്ടിലൊരു പള്ളി ഉണ്ടെങ്കിൽ ആ പള്ളിയുടെ മേൽ ഒരാൾ ക്ലെയിം ഉന്നയിക്കുകയാണ്, ഈ ഭൂമി വഖഫ് സ്വത്തല്ല, ഇത് ആരുടെയോ ഭൂമി, കയ്യേറിയ ഭൂമിയാണ്. അങ്ങനെ ഒരു പരാതി കലക്ടർക്ക് കിട്ടിയാൽ ഈ നിയമപ്രകാരം പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, അങ്ങനെ ഒരു പരാതി കിട്ടിക്കഴിയുന്നതോടുകൂടി ആ വഖഫ് ഭൂമി അന്ന് മുതൽ വഖഫ് ഭൂമി അല്ലാതായി മാറും. പിന്നീട് അത് തർക്കഭൂമിയാണ്, അത് തർക്കപ്രദേശമാണ്. അത് പള്ളിയായിക്കൊള്ളട്ടെ, ഖബർസ്ഥാനായിക്കൊള്ളട്ടെ, എന്തുമായാലും പരാതി ലഭിച്ചു കഴിഞ്ഞാൽ അത് തർക്കഭൂമിയായി മാറും എന്നതാണ് ഈ വഖഫ് നിയമത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും അപകടകരമായ ഒരു വ്യവസ്ഥ എന്ന് പറയുന്നത്. ഇനി ആരാണ് ഇത് അന്വേഷിക്കേണ്ടത് എന്നതാണ്. ഇങ്ങനെ ഒരു പരാതി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ ജുഡീഷ്യൽ പ്രോസസ്സാണ് ഉണ്ടായിരുന്നത്. അഥവാ നമുക്കൊരു പരാതി ഉണ്ടെങ്കിൽ വഖഫ് ട്രൈബ്യൂണൽ എന്ന് പറയുന്ന 1975 ട്രൈബ്യൂണൽ ആക്ട് പ്രകാരം ഈ നാട്ടിൽ ധാരാളം ട്രൈബ്യൂണലുകളുണ്ട്. ഈ നാട്ടിൽ ഉപഭോക്തൃ ട്രൈബ്യൂണലുണ്ട്, ഈ നാട്ടിൽ വനം ട്രൈബ്യൂണലുണ്ട്. അങ്ങനെ ഓരോരോ വിഷയങ്ങൾക്ക് വേണ്ടി ആ വിഷയത്തിലെ കേസുകൾ മാത്രം പരിഗണിക്കുന്ന ധാരാളം ട്രൈബ്യൂണലുകളുണ്ട്. ആ ട്രൈബ്യൂണലുകളൊക്കെ നാട്ടിലെ ജുഡീഷ്യൽ സംവിധാനത്തിന്റെ, കോടതിയുടെ നീതിന്യായ സംവിധാനത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്നതാണ്. ഈ നാട്ടിലെ സുരേന്ദ്രനാഥി സംഘപരിവാർ വിശ്വജീവികൾ പറയുന്നത് എന്താണ്? മതകോടതികൾ എന്നാണ് അതിനെക്കുറിച്ച് വിശേഷിപ്പിക്കുന്നത്. ട്രൈബ്യൂണലിന്റെ മുമ്പ് വഖഫ് എന്ന ഒരു വാക്കുണ്ടായതുകൊണ്ട് അവർ അതിനെ വിശേഷിപ്പിക്കുന്നത് മതകോടതികൾ എന്നാണ്. ആരാണ് ഈ ട്രൈബ്യൂണലുകളിൽ നിയമനം നടത്തുന്നത്? അത് ഇവിടുത്തെ സർക്കാരാണ്. അല്ലെങ്കിൽ ജുഡീഷ്യൽ സംവിധാനത്തിൽ എങ്ങനെയാണോ ജഡ്ജിമാരെ നിയമിക്കുന്നത് അങ്ങനെ തന്നെയാണ് വഖഫ് ട്രൈബ്യൂണലുകളിൽ ആളുകളെ നിയമിക്കുന്നത്. അതിൽ മുസ്ലിം വ്യക്തി നിയമങ്ങളിൽ അല്ലെങ്കിൽ ഇസ്ലാമികമായ നിയമങ്ങളിൽ അവഗാഹമുള്ള ഒരാൾ ഉണ്ടായിരിക്കണം എന്നതൊഴിച്ചാൽ ഈ നാട്ടിലെ മറ്റെല്ലാ ജുഡീഷ്യൽ സംവിധാനവും പോലെ തന്നെയാണ് അതിന്റെ ജഡ്ജി മുസ്ലിം ആയിരിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഇപ്പോൾ നമ്മുടെ കോഴിക്കോട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന വഖഫ് ട്രൈബ്യൂണലിന്റെ ഇപ്പോഴത്തെ ജഡ്ജി മുസ്ലിം അല്ല. ഈ മുനമ്പം വഖഫ് കേസ് പരിഗണിച്ചു കൊണ്ടിരിക്കുന്നത് കോഴിക്കോട് പ്രവർത്തിക്കുന്ന വഖഫ് ട്രൈബ്യൂണലിലാണ്. ഈ വഖഫ് ട്രൈബ്യൂണലിന്റെ ജഡ്ജി മുസ്ലിമാണോ? അല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അത് നിയമിക്കുന്നതിന് ഈ നാട്ടിലെ മുസ്ലിം സംവിധാനങ്ങളുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ? ഒരു ബന്ധവുമില്ല. ഈ നാട്ടിലെ മറ്റെല്ലാ ട്രൈബ്യൂണലുകളിലും ആളുകൾ എങ്ങനെയാണോ നിയമിക്കപ്പെടുന്നത് അതേപോലെ തന്നെയാണ് വഖഫ് ട്രൈബ്യൂണലുകളിലും നിയമിക്കപ്പെടുന്നത്. അങ്ങനത്തെ വഖഫ് ട്രൈബ്യൂണലുകളിൽ കേസ് നൽകുകയും അത് പരിശോധിക്കപ്പെടുകയും വാദം കേൾക്കുകയും ഒക്കെ ചെയ്ത് അന്തിമ വിധി പുറപ്പെടുവിപ്പിക്കുക എന്നതാണ് ഇപ്പോഴത്തെ രീതി. അതിനെതിരെ റിട്ട് ഹർജികൾ സമർപ്പിക്കുവാൻ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും റിട്ട് ഹർജികൾ സമർപ്പിക്കാൻ ഇപ്പോഴും സംവിധാനമുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും. എന്നിട്ട് ഇതിനെക്കുറിച്ച് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സംഘപരിവാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് മാത്രമല്ല, ഇന്ത്യയിലെ ഉത്തരവാദപ്പെട്ട ഭരണകൂടത്തിന്റെ ആളുകൾ, ഇന്ത്യയുടെ പരമോന്നതമായ പാർലമെന്റിനകത്ത് കിരൺ റിജിജു അടക്കമുള്ള മന്ത്രിമാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത്തരം മതകോടതികളെ കുറിച്ചാണ്.
വഖഫ് ട്രൈബ്യൂണലുകൾ എന്ന് പറയുന്ന ഇന്ത്യയുടെ നീതിന്യായ സംവിധാനത്തിന്റെ ഭാഗമായിട്ടുള്ള ഇത്തരം സംവിധാനങ്ങൾക്ക് പകരം ഈ നിയമം കലക്ടർമാരെ പ്രതിഷ്ഠിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. കലക്ടർമാർ എന്ന് പറയുന്നത് നമുക്കൊരു KK നായരെ നാം ചരിത്രത്തിൽ കേട്ടിട്ടുണ്ടാവും. ആരാണ് KK നായർ എന്ന് ചോദിച്ചാൽ, ഇന്ത്യയിൽ ബാബരി മസ്ജിദ് എന്ന് പറയുന്ന ഒരു പ്രശ്നം അതിന്റെ നാരായ പേരിന്റെ തുടക്കക്കാരൻ ആരാണ് എന്ന് ചോദിച്ചാൽ, ഇന്ത്യയിലെ ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ വാക്കിന് പുല്ലുവില കൽപ്പിച്ചുകൊണ്ട് സ്വയംഭൂവായി പ്രത്യക്ഷപ്പെട്ടു എന്ന് അവകാശപ്പെടുന്ന രാമന്റെ വിഗ്രഹത്തെ ആ ബാബരി മസ്ജിദിന്റെ അകത്തു നിന്ന് എടുത്തു മാറ്റണം എന്ന് പറയുന്ന ജവഹർലാൽ നെഹ്റുവിന്റെ ഉത്തരവിന് പുല്ലുവില കൽപ്പിച്ചുകൊണ്ട് അത് എടുത്തു മാറ്റിയാൽ ക്രമസമാധാന പ്രശ്നമുണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ ദൃഢവൽക്കരിച്ച് മുന്നോട്ട് പോയി ബാബരി മസ്ജിദിന്റെ തകർച്ച വരെ എത്തിയ ആ സംഭവ വികാസങ്ങൾക്ക് കാരണക്കാരനായ മലയാളിയായ പത്തനംതിട്ടക്കാരനായ അന്നത്തെ ഫൈസാബാദിലെ കലക്ടർ ഒരു KK നായർ എന്ന് പറയുന്ന മലയാളിയായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇത്തരത്തിലുള്ള വില്ലൻ വേഷത്തിലുള്ള ധാരാളം കലക്ടർമാരെ, സർക്കാരിന്റെ ചട്ടുകമായി പ്രവർത്തിക്കുന്ന ധാരാളം കലക്ടർമാരെ ഇപ്പോഴും ചരിത്രത്തിലും ഇപ്പോഴും നാം കണ്ടുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് കലക്ടർക്ക് വഖഫ് സ്വത്തുക്കളിൽ അന്തിമ വിധി കൽപ്പിക്കാനുള്ള, അന്വേഷണം നടത്തിയിട്ട് തീർപ്പ് കൽപ്പിക്കാനുള്ള അധികാരം ഈ നിയമപ്രകാരം നൽകിയിരിക്കുന്നത്. അങ്ങനെ ആവട്ടെ, കലക്ടർ അതിൽ തീർപ്പ് കൽപ്പിക്കുന്നു എന്ന് തന്നെ നമ്മൾ വെക്കുക. എപ്പോഴാണ്, എത്ര കാലത്തിനിടയിലാണ് കലക്ടർ തീർപ്പ് കൽപ്പിക്കേണ്ടത് എന്ന് ഈ നിയമം പറയുന്നുണ്ടോ? അങ്ങനെ ഈ നിയമം പറയുന്നില്ല. അഥവാ കലക്ടർക്ക് ഒരു പരാതി കിട്ടിയാൽ, ഒരു വഖഫ് സ്വത്തിനെ കുറിച്ച് പരാതി കിട്ടിയാൽ അത് വഖഫ് സ്വത്തല്ലാതായി മാറും. അതിന്റെ സ്റ്റാറ്റസ് കോ നഷ്ടപ്പെടും. പിന്നീട് സ്റ്റാറ്റസ് കോ തിരിച്ചു കിട്ടുക എപ്പോഴാണ്? കലക്ടർ അത് വഖഫ് സ്വത്താണ് എന്ന് റിപ്പോർട്ട് കൊടുക്കുമ്പോഴാണ് അതിന് സ്റ്റാറ്റസ് കോ, അതിന്റെ ആദ്യം ഉണ്ടായിരുന്ന സ്റ്റാറ്റസ് തിരിച്ചു കിട്ടുക. എത്ര കാലം കൊണ്ട് കലക്ടർ ഈ റിപ്പോർട്ട് സമർപ്പിക്കണം? നിയമത്തിൽ യാതൊരു വ്യവസ്ഥയുമില്ല. എത്ര കാലം വേണമെങ്കിലും ഒരു കലക്ടർക്ക് അന്വേഷണം നടത്തിക്കൊണ്ടേയിരിക്കാം. പെരുമ്പലത്തെ ഒരു പള്ളിയെക്കുറിച്ച് ഒരു പരാതി കിട്ടിയാൽ ഒരു 40 കൊല്ലം കലക്ടർ അത് ഹോൾഡ് ചെയ്തു വെക്കാൻ തീരുമാനിച്ചാൽ ആ പള്ളിക്ക് എന്താണ് സംഭവിക്കുക? 40 കൊല്ലക്കാലം ആ പള്ളി അല്ലാതായി മാറുന്നു എന്നതാണ് സംഭവിക്കുക. ഇത് ഈ നിയമത്തിലെ മറ്റൊരു പ്രശ്നമായിട്ട് നമുക്ക് കാണാൻ കഴിയും. അഥവാ സർക്കാരിന്റെ ചട്ടുകമായ കലക്ടർമാർ ഈ നിയമത്തിൽ തീർപ്പ് കൽപ്പിക്കുന്നു എന്ന് മാത്രമല്ല, അങ്ങനെ തീർപ്പ് കൽപ്പിക്കുന്നതിന് പരിധി നിശ്ചയിക്കുന്നില്ല എന്ന് നമുക്ക് കാണാൻ കഴിയും. അത് മാത്രമല്ല, ധാരാളം പ്രശ്നങ്ങളുള്ള ഒരു നിയമമാണ്. ഒരാൾക്ക് വഖഫ് ചെയ്യണമെങ്കിൽ 5 കൊല്ലം അയാൾ പ്രാക്ടീസിങ് മുസ്ലിം ആയിരിക്കണം. എന്താണ് ഈ പ്രാക്ടീസിങ് മുസ്ലിം എന്ന് പറഞ്ഞാൽ? ഒരാൾ അനുഷ്ഠാനപരമായി തന്നെ മുസ്ലിം ആയിരിക്കണം, കർമ്മം കൊണ്ട് മുസ്ലിം ആയിരിക്കണം. അയാളുടെ പേര് മുസ്ലിം ആയാൽ പോരാ, അയാൾ ഒരു മുസ്ലിം കുടുംബത്തിൽ ജനിച്ചതായാൽ പോരാ. നിയമത്തിൽ എഴുതി ചേർക്കുന്നത് ഇങ്ങനെയാണ്: അയാൾ 5 കൊല്ലം പ്രാക്ടീസിങ് മുസ്ലിം ആയിരിക്കണം. പ്രാക്ടീസിങ് മുസ്ലിമാണോ അല്ലയോ എന്ന് ഈ നാട്ടിലെ ഭരണകൂടം എങ്ങനെയാണ് തെളിയിക്കാൻ പോകുന്നത് എന്നതിനെ കുറിച്ച് എന്തെങ്കിലും വ്യക്തതയുണ്ടോ? ഈ നാട്ടിലെ മുസ്ലിങ്ങൾ നമസ്കരിക്കാറുണ്ടോ? നോമ്പ് നോൽക്കാറുണ്ടോ? ഹജ്ജിന് പോകാറുണ്ടോ? സക്കാത്ത് നൽകാറുണ്ടോ? ഇതൊക്കെയും ഇനി ഭരണകൂടങ്ങൾ സർവൈലൻസ്, നിരീക്ഷണം നടത്താൻ പോവുകയാണോ? അങ്ങനെ ഈ നാട്ടിലെ പ്രാക്ടീസിങ് മുസ്ലിമാരാണ്, പ്രാക്ടീസ് ചെയ്യാത്ത മുസ്ലിമാരാണ്, അഥവാ മുസ്ലിം നാമധാരികളായ ആരാണ് എന്നൊക്കെ കണ്ടുപിടിക്കാനുള്ള ഉത്തരവാദിത്തം ഈ നാട്ടിലെ ഭരണകൂടം ഏറ്റെടുക്കാൻ പോവുകയാണോ? ആരാണ് ഈ ഉത്തരവാദിത്തം നരേന്ദ്രമോദിയെയും അമിത്ഷായെയും ഏൽപ്പിച്ചത്? ഈ നാട്ടിൽ മുസ്ലിങ്ങൾ നമസ്കരിക്കുന്നുണ്ടോ, നോമ്പ് നോൽക്കുന്നുണ്ടോ എന്ന് നോക്കാനുള്ള അധികാരം ഏത് നിയമപ്രകാരമാണ് ഈ നാട്ടിലെ പോലീസിനും ഭരണകൂട സംവിധാനങ്ങൾക്കും, അങ്ങ് കടത്തി പറഞ്ഞാൽ നരേന്ദ്രമോദിക്കും അമിത്ഷാക്കും ഒക്കെ ഏത് നിയമപ്രകാരമാണ് ഏറ്റെടുക്കാൻ കഴിയുക എന്ന വളരെ പ്രാഥമികമായ ഒരു ചോദ്യത്തിന് പോലും മറുപടി പറയാൻ കെൽപ്പില്ലാത്ത ഒരു നിയമമാണ് ഇത് എന്ന് ഈ നിയമത്തിലൂടെ ഒന്ന് കണ്ണോടിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. ഈ വഖഫ് ബോർഡ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ റെയിൽവേ കഴിഞ്ഞാൽ, ഡിഫൻസ് കഴിഞ്ഞാൽ, അഥവാ പ്രതിരോധം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വഖഫ് സ്വത്തുക്കൾ കയ്യേറിയിരിക്കുന്ന, കൈവശം വെച്ചിരിക്കുന്ന ഒരു സംവിധാനമാണ് എന്നാണ്
സുരേന്ദ്രനെ പോലുള്ള ആളുകൾ മുതൽ അങ്ങ് നരേന്ദ്രമോദിയെ പോലുള്ള ആളുകൾ വരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കറിയാമോ, ഇന്ത്യയിലെ വഖഫ് ബോർഡുകൾക്ക് ഏതാനും സെന്റ് ഭൂമിയാണ് സ്വന്തമായുള്ളത്. കേരളത്തിലെ വഖഫ് ബോർഡിന്റെ കൈവശമുള്ളത് വെറും 30 സെന്റ് ഭൂമിയാണ്. കേവലം 30 സെന്റ് ഭൂമി. പിന്നീട് വരുന്ന ഈ 9 ലക്ഷം ഏക്കർ ഭൂമി എന്നൊക്കെ പറയുന്നത് ഈ നാട്ടിലെ പള്ളികളുടെ, ഈ നാട്ടിലെ മദ്രസകളുടെ ഒക്കെ വഖഫ് സ്വത്തുക്കളെ കുറിച്ചാണ് ഈ കല്ല് വെച്ച നുണ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ കാണേണ്ടതുണ്ട്. അതൊക്കെയും ഒരു കേന്ദ്രീകൃതമായ സംവിധാനത്തിൽ രജിസ്റ്റർ ചെയ്യപ്പെടുന്നത് കൊണ്ട് മാത്രം അതിന്റെ അളവുകൾ ലഭ്യമാവുന്നു എന്നതാണ്. ബഹുമാന്യനായ MP കപിൽ സിബൽ ചോദിക്കുകയുണ്ടായില്ലേ, 3 ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ക്ഷേത്രഭൂമികൾ മാത്രം കണക്കിലെടുത്താൽ ഇന്ത്യയിലെ മൊത്തം വഖഫ് സ്വത്തുക്കളുടെ കൂടുതൽ 3 ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ ക്ഷേത്രഭൂമികൾ വരുമെന്ന് ബഹുമാന്യനായ കപിൽ സിബൽ പറയുന്നുണ്ട്. അതിന് ഇത്തരത്തിലുള്ള ഏകീകൃതമായ കണക്കുകൾ സൂക്ഷിക്കുന്ന സംവിധാനമില്ലാത്തത് കൊണ്ട് മാത്രം ഇത്ര വലിയ എണ്ണവും പെരുപ്പവും മനസ്സിലാവുന്നില്ല എന്നത് മാത്രമാണ്. അല്ലാതെ ഈ വഖഫ് സ്വത്തുക്കളൊന്നും ഏതെങ്കിലും വഖഫ് സ്വത്ത് വഖഫ് ബോർഡിന് ഉള്ളതല്ല എന്ന് കൊച്ചു കുട്ടികൾക്ക് പോലും അറിയാവുന്നതാണ്. വഖഫ് എന്ന് പറയുന്ന ആശയം തന്നെ അതിന്റെ ഉടമസ്ഥാവകാശം അള്ളാഹുവിലേക്ക്, ദൈവത്തിലേക്ക് വന്നു ചേരുന്നു എന്നതാണല്ലോ. അഥവാ ഇതിന്റെ ഉടമസ്ഥാവകാശം ഇവിടുത്തെ പള്ളികൾക്കുമില്ല, മദ്രസകൾക്കുമില്ല, അത് വഖഫ് ചെയ്ത ആളുകൾക്കുമില്ല, വഖഫ് ബോർഡുകൾക്കുമില്ല. അത് വിൽക്കാനും കഴിയില്ല, അനന്തരമെടുക്കാൻ കഴിയില്ല, കൈമാറ്റം ചെയ്യാൻ കഴിയില്ല. ആർക്കാണോ വഖഫ് ചെയ്തിരിക്കുന്നത് അതിന്റെ ഗുണഫലങ്ങൾ അനുഭവിക്കാൻ കഴിയും എന്നത് മാത്രമാണ് വഖഫിന്റെ ഒരു ഫലം എന്ന് പറയുന്നത്. ഇതൊക്കെ വളരെ വ്യക്തമായിരിക്കെയാണ് സംഘ് പരിവാർ ഇത്തരത്തിലുള്ള പ്രചാരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയും അത് ഈ നാട്ടിലെ മാധ്യമങ്ങൾ ഏറ്റെടുക്കുകയും ഈ നാട്ടിലെ ബഹുജനങ്ങളെ വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ നിയമത്തിലെ മറ്റൊരു ഭേദഗതിയെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചു നോക്കൂ. അത് വഖഫ് ബോർഡുകളിലെ അമുസ്ലിങ്ങളുടെ പ്രാതിനിധ്യത്തെ കുറിച്ചാണ്. വഖഫ് ബില്ല് പാസാക്കിയത് മുതൽ നരേന്ദ്രമോദി നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഈ നാട്ടിലെ മുസ്ലിങ്ങളായ വിധവകളുടെ പുരോഗതിക്ക് വേണ്ടി, സംരക്ഷണത്തിന് വേണ്ടിയാണ് വഖഫ് ബില്ല് പാസാക്കിയത് എന്ന് പറയുന്നത്. വഖഫും വിധവയും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത് എന്ന് നേർക്ക് നേർ ഈ നരേന്ദ്രമോദിയോട് ചോദിക്കേണ്ടുന്നത് ഈ നാട്ടിലെ മാധ്യമ പ്രവർത്തകരാണ്. പക്ഷേ അത് ചോദിക്കാൻ ചരിത്രത്തിൽ ഇന്ന് വരെ മാധ്യമ പ്രവർത്തകരുടെ മുന്നിലേക്ക് ഈ പ്രധാനമന്ത്രി കടന്നു വന്നിട്ടില്ല എന്ന് നമുക്ക് കാണാൻ കഴിയും. അഥവാ രണ്ടിലും വാ എന്ന് പറയുന്ന അക്ഷരമുണ്ട് എന്നതല്ലാതെ വഖഫും വിധവയും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത് എന്ന് ഈ പകൽ വെളിച്ചം പോലെ സത്യമായ ഒരു സംഗതിയിലേക്ക് കല്ല് വെച്ച പച്ച നുണ ഇന്ത്യ ഭരിക്കുന്ന ഒരു പ്രധാനമന്ത്രി പറയുകയാണ്. ഇത്തരത്തിലുള്ള ധാരാളക്കണക്കിന് 44 ഭേദഗതികളാണ് 1995 നിയമമാക്കപ്പെട്ട 1995 ഭേദഗതി വരുത്തിയ വഖഫ് നിയമത്തിൽ 2013 വീണ്ടും ഭേദഗതി വരുത്തി. പിന്നീട് ഇപ്പോൾ വന്നിരിക്കുന്ന 2025 വഖഫ് ഭേദഗതി നിയമത്തിൽ 44ഓളം ഭേദഗതികളാണ് വരുത്തിയിരിക്കുന്നത്. അതിന്റെ പേരടക്കം മാറ്റി എന്ന് നമ്മൾ കാണേണ്ടതുണ്ട്. അതിന്റെ നിർവചനം തന്നെ മാറ്റിയിരിക്കുകയാണ്. അഥവാ വഖഫ് ബൈ യൂസ് എന്ന് പറയുന്ന ഇന്ത്യയിൽ ആയിരക്കണക്കിന് നൂറുകണക്കിനൊക്കെ വർഷമായിട്ട് ഒരു ഭൂമി സാമൂഹികമായ ഇത്തരം ആവശ്യങ്ങൾക്ക് വേണ്ടി നാം ഉപയോഗിക്കുകയാണെങ്കിൽ, പള്ളിക്ക് വേണ്ടി, മദ്രസകൾക്ക് വേണ്ടിയൊക്കെ ഒരു ഭൂമി അത് രേഖാപരമായി വഖഫല്ലെങ്കിലും നമ്മൾ വഖഫിന് ചെയ്യപ്പെട്ട ആവശ്യങ്ങൾക്ക് വേണ്ടി എന്ന നിലക്ക് നമ്മൾ കാലങ്ങളായി ഉപയോഗിക്കുകയാണെങ്കിൽ അത് വഖഫായി പരിഗണിക്കപ്പെടും എന്ന് സുപ്രീം കോടതി തന്നെ മുമ്പ് വ്യക്തമാക്കിയതാണ്. അത്തരം സുപ്രീം കോടതി വിധിയൊക്കെ ഉണ്ടായിരിക്കുകയാണ് പുതിയ നിയമ ഭേദഗതിയിൽ പറയുന്നു, ഇനി മുതൽ വഖഫ് ബൈ യൂസ് അഥവാ ഉപയോഗത്താലുള്ള വഖഫ് എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടാവുകയില്ല. കേന്ദ്രം സുപ്രീം കോടതിയിൽ സമർപ്പിച്ച അഫിഡവിറ്റിൽ പറയുന്നുണ്ട്, 2025 ഏപ്രിൽ 13 വരെ രജിസ്റ്റർ ചെയ്ത വഖഫ് ബൈ യൂസ്
ഉപയോഗത്താലുള്ള വഖഫ് സ്വത്തുക്കൾ മാത്രമേ വഖഫായി പരിഗണിക്കാൻ നിർവാഹമുള്ളൂ. അഥവാ 2025 ഏപ്രിൽ 13 എന്ന് പറയുന്ന തീയതി കഴിഞ്ഞു പോയിരിക്കുന്നു. ആ കഴിഞ്ഞുപോയ തീയതിക്കകം ഇതുവരെ രജിസ്റ്റർ ചെയ്യാത്ത, ഇനി രജിസ്റ്റർ ചെയ്തിട്ടില്ലാത്ത നൂറുകണക്കിന് വഖഫ് സ്വത്തുക്കൾ ഇനി വഖഫായി പരിഗണിക്കാൻ കഴിയുകയില്ല എന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ നൂറുകണക്കിന് മുസ്ലിംകളുടെ സ്വത്തുക്കൾ, അതും നൂറ്റാണ്ടുകൾ പഴക്കമുള്ള സ്വത്തുക്കൾ അന്യാധീനപ്പെടുത്താനുള്ള സംഘ് പരിവാറിന്റെ, കേന്ദ്ര ഗവൺമെന്റിന്റെ, RSSന്റെ ഹിന്ദുത്വ ഭീകരതയുടെ നിഗൂഢമായ ശ്രമത്തിന്റെ ഭാഗമാണ് എന്ന് പകൽ വെളിച്ചം പോലെ സത്യമായ ഒരു സംഗതിയായിട്ട് നമുക്ക് കാണാൻ കഴിയും. മുസ്ലിം സമുദായത്തോട് പ്രതികാര നടപടിയോടുകൂടി ഈ സർക്കാർ പെരുമാറിക്കൊണ്ടിരിക്കുന്നത് 2014 മുതൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് ജുഡീഷ്യൽ കർസേവയായിട്ട് മാത്രമല്ല, ബാബരി മസ്ജിദ് വിധിയെ നമ്മൾ വിളിച്ചത് ജുഡീഷ്യൽ കർസേവ എന്നാണ്. അഥവാ എല്ലാ ന്യായങ്ങളും ഉണ്ടായിട്ടും ആ ഭൂമി സംഘപരിവാറിന് അല്ലെങ്കിൽ മറുഭാഗത്തിന് വിട്ടുകൊടുത്തു. മുസ്ലിം ജനവിഭാഗത്തിന് വേറെ ഏതോ ഒരു നാട്ടിൽ 5 ഏക്കർ ഭൂമി, 5 ഏക്കർ ഭൂമിയുടെ മാനത്തിന് നഷ്ടപരിഹാരം നൽകിയ ഒരു വിധി, അതിനെ നമ്മൾ ജുഡീഷ്യൽ കർസേവ എന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. വഖഫ് ഭേദഗതി നിയമം എന്ന് പറയുന്നത് ഒരു ലീഗൽ കർസേവയാണ് എന്ന് വിശേഷിപ്പിക്കാതിരിക്കാൻ നമുക്ക് തരമില്ല. അത് ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്കെതിരെ തെരുവുകളിലൂടെ ഉരുണ്ടു വന്നുകൊണ്ടിരിക്കുന്ന ബുൾഡോസറുകൾ പോലെ നിയമം മൂലം ഉരുണ്ടു വന്നുകൊണ്ടിരിക്കുന്ന ഒരു നിയമപരമായ ഒരു കർസേവയായിട്ട് മാത്രമേ ഈ വഖഫ് ഭേദഗതി നിയമത്തെ നമുക്ക് കാണാൻ കഴിയൂ. അത് മുസ്ലിം സമുദായത്തിന്റെ ഉന്മൂലനത്തിലാണ് ചെന്ന് കലാശിക്കുക. ഈ വഖഫ് ഭേദഗതി നിയമത്തിന്റെ ചർച്ചകൾ ഇങ്ങനെ കൊടുമ്പിരിക്കൊള്ളുന്ന സന്ദർഭത്തിലാണ് പെഹൽഗാമിൽ രാജ്യത്തെ ഞെട്ടിച്ച ഒരു സംഭവം അരങ്ങേറുന്നത്. 26 നിരപരാധികളായ മനുഷ്യരുടെ ജീവൻ നഷ്ടപ്പെടുന്ന അതിദാരുണമായ ഒരു സംഭവം. സംഘ് പരിവാർ ഭരണകൂടം 2014 അധികാരത്തിലെത്തിയതിനു ശേഷം നിരവധിയായ ആക്രമണങ്ങൾ ഇത്തരത്തിൽ രാജ്യത്തെ സാധാരണക്കാരായ ആളുകൾക്കെതിരെയും എന്തിനു പറയുന്നു, സൈന്യത്തിന് നേരെ തന്നെയും. പുൽവാമയൊക്കെ നമ്മുടെ മുമ്പിലുണ്ടല്ലോ, ഉറി നമ്മുടെ മുമ്പിലുണ്ടല്ലോ. അതാണ് ഇപ്പോൾ അവസാനം പെഹൽഗാമിൽ എത്തിയിരിക്കുന്നത്. പെഹൽഗാം എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാം, ഇന്ത്യയിലെ സ്വിറ്റ്സർലാൻഡ് എന്ന് വിശേഷിപ്പിക്കുന്ന, ഭൂമിയിലെ സ്വർഗം എന്ന് വിശേഷിപ്പിക്കുന്ന, കശ്മീരിലെ ഇന്ത്യയിലെ സ്വിറ്റ്സർലാൻഡ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പെഹൽഗാമിലുണ്ടായ ആ ദാരുണമായ സംഭവത്തിന് ശേഷം എന്താണ് രാജ്യത്ത് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്? രാജ്യത്തെ മുസ്ലിങ്ങൾക്കെതിരെ വ്യാപകമായ അക്രമങ്ങൾ അരങ്ങേറുകയാണ്. ഭരണകൂട സംവിധാനങ്ങളുടെ ഒത്താശയോടും മൗനാനുവാദത്തോടും കൂടി രാജ്യത്തിന്റെ നാനാഭാഗങ്ങളിൽ മുസ്ലിങ്ങൾക്കെതിരെ വ്യാപകമായ ആക്രമണം അരങ്ങേറുകയാണ്. ഈ ആക്രമണം ഒരു സുപ്രഭാതത്തിൽ വെറുതെ പൊട്ടിപ്പുറപ്പെടുന്നതല്ല. രാജ്യത്തിന്റെ ഭരണാധികാരി പ്രധാനമന്ത്രിയുടെ തന്നെ നേതൃത്വത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വെറുപ്പിന്റെ, പ്രചരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന വെറുപ്പിന്റെ ബഹിസ്ഫുരണം, അത് ഈ രാജ്യത്തെ പൗരാവലി ഹിന്ദുത്വ ഭീകരരായ ആളുകൾ ഈ നാട്ടിൽ ഏറ്റെടുത്ത് നടമാടുന്നതാണ് യഥാർത്ഥത്തിൽ ഈ പെഹൽഗാമിന് ശേഷം രാജ്യത്തിന്റെ നാനാഭാഗങ്ങളിൽ മുസ്ലിങ്ങൾക്കെതിരെ, കശ്മീരി വിദ്യാർത്ഥികൾക്കെതിരെ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന ഭീകരമായ ആക്രമണം എന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ വയനാട്ടിലെ നമ്മുടെ മംഗലാപുരത്ത് കൊല്ലപ്പെട്ട അഷ്റഫിന്റെ വീട് സന്ദർശിക്കുകയുണ്ടായി. യഥാർത്ഥത്തിൽ മംഗലാപുരത്ത് കൊല്ലപ്പെട്ട മലയാളിയായ അഷ്റഫ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഭരണാധികാരികളുടെ നേതൃത്വത്തിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള വെറുപ്പുൽപാദനത്തിന്റെ ഇരയാണ് മലയാളിയായ കോട്ടക്കൽ സ്വദേശിയായ പറപ്പൂർ സ്വദേശിയായ അഷ്റഫ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആ നാട്ടിലെ മംഗലാപുരത്തെ ഹിന്ദുത്വ ഭീകരരായ ഒരു കൂട്ടം ആളുകൾ ആ മാനസികമായ വൈകല്യമുള്ള ആ ചെറുപ്പക്കാരനെ, അവിവാഹിതനായ ആ ചെറുപ്പക്കാരനെ, സർവസമ്മതനായ ആ ചെറുപ്പക്കാരനെ തല്ലിക്കൊല്ലുകയായിരുന്നു. പേപ്പട്ടിയെ തല്ലിക്കൊല്ലുന്നതിന് സമാനമായി ഓടിച്ചിട്ട് പിടിച്ച് തല്ലിക്കൊല്ലുകയായിരുന്നു എന്ന് ആ കുടുംബം വിവരിക്കുന്നത് കേൾക്കുമ്പോൾ നമ്മുടെ നെഞ്ചകം തകർന്നു പോവും. ആരാണ് ഇത്തരത്തിലുള്ള ഒരവസ്ഥ രാജ്യത്ത് ഉണ്ടാക്കി തീർക്കുന്നത്? അങ്ങനെ തല്ലിക്കൊന്നതിന് ശേഷം എന്താണ് ആ ഭീകരരായ ആളുകൾ പ്രചരിപ്പിക്കുന്നത്? അവർ പ്രചരിപ്പിക്കുന്നത് ആ മാനസിക വൈകല്യമുള്ള അഷ്റഫ്
പാകിസ്ഥാൻ സിന്ദാബാദ് എന്ന മുദ്രാവാക്യം വിളിച്ചു. അഥവാ ഈ നാട്ടിലെ ഈ റോട്ടിലൂടെ ഇറങ്ങി നടക്കുന്ന ഏതൊരു മുസ്ലിമിനെയും തല്ലിക്കൊന്നതിന് ശേഷം അയാൾ പാകിസ്ഥാൻ അനുകൂലിയാണ് എന്നോ പാകിസ്ഥാന് വേണ്ടി സിന്ദാബാദ് വിളിച്ചു എന്നോ കള്ളം പ്രചരിപ്പിച്ചാൽ ഏത് മുസ്ലിമിനെയും തല്ലിക്കൊല്ലാൻ കഴിയുന്ന ഒരു സാമൂഹ്യ സാഹചര്യം ഈ രാജ്യത്ത് നിലനിൽക്കുന്നു എന്നറിയുമ്പോൾ എത്ര ഭീകരമാണ് ഈ രാജ്യത്തിന്റെ സാമൂഹിക അവസ്ഥ എന്ന് നമ്മൾ ഞെട്ടലോടുകൂടി ഓർക്കേണ്ടതുണ്ട്. ഇത് രാജ്യത്താകമാനമുള്ള ഒരവസ്ഥ ക്രമേണ നമ്മുടെ നാടുകളിലേക്കും അരിച്ചിറങ്ങുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടും. അഥവാ പെഹൽഗാം എന്ന് പറയുന്ന ഈ രാജ്യത്തിന്റെ അതിർത്തികൾ കാക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ആരാണ്? ഈ രാജ്യത്തിന്റെ അതിർത്തികൾ കാക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഭരണഘടനകൾ തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത ആളുകൾ. ഈ രാജ്യത്തിന്റെ നമ്മുടെയൊക്കെ നികുതിപ്പണം ഉപയോഗിച്ച ഈ രാജ്യത്തിന്റെ അതിർത്തി കാക്കാൻ അവരെ നാം നിയോഗിച്ചതാണ്. ഈ രാജ്യത്തിന്റെ അതിർത്തികൾ സംരക്ഷിക്കണം, ഈ രാജ്യത്തെ പൗരന്മാരുടെ ജീവൻ സംരക്ഷിക്കണം. ഇതൊക്കെ ഈ നാട്ടിലെ ഭരണകൂടങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ഇതൊന്നും ചെയ്യാത്ത ഭരണകൂടങ്ങൾ ഇത്തരത്തിലുള്ള പഹൽഗാം പോലുള്ള ദാരുണമായ ഒരു സംഭവം ഉണ്ടായതിനു ശേഷം അതിന്റെ വെറുപ്പ് മുഴുവനും ഈ നാട്ടിലെ മുസ്ലിങ്ങൾക്കെതിരെ ഉൽപ്പാദിപ്പിക്കുകയാണ്. ആ കുറ്റവാളികളായ ആളുകൾ ആ കൃത്യം നിർവഹിച്ചതിനു ശേഷം കാടുകളിലേക്ക് ഓടി ഒളിച്ചു എന്നാണ് പറയുന്നത്. ഈ നിമിഷം ഇന്നേ വരെ ഒരാളെ പോലും, ഒരു കുറ്റവാളിയെ പോലും കണ്ടെത്താൻ കഴിയാത്ത കഴിവുകെട്ട ഒരു ഭരണകൂടം വാചോടാപം നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ഞങ്ങൾ മീറ്റിംഗുകൾ ചേരുകയാണ്, ഞങ്ങൾ അണക്കെട്ടുകൾ പൂട്ടുകയാണ്, ഞങ്ങൾ വെള്ളപ്പൊക്കം ഉണ്ടാക്കുകയാണ്, ഞങ്ങൾ ഇമ്രാൻഖാന്റെ ട്വിറ്റർ അക്കൗണ്ടുകൾ ബ്ലോക്ക് ചെയ്യുകയാണ്. ഇങ്ങനെ വാചോടാപം നടത്തിക്കൊണ്ടിരിക്കുന്ന, വെറും ഗീർവാണം മുഴക്കിക്കൊണ്ടിരിക്കുന്ന, വെറും വാചോടാപം നടത്തിക്കൊണ്ടിരിക്കുന്ന അമിഷയും ഭരണകൂട സംവിധാനങ്ങളുമൊക്കെ മുസ്ലിങ്ങൾക്കെതിരെ നിർവ്യാജമായി വ്യാജങ്ങൾ പടച്ചുവിട്ട് അവർക്കെതിരെ ആക്രമണോത്സുകമായ അന്തരീക്ഷം സൃഷ്ടിക്കുകയാണ്. ഇത് തന്നെയും വഖഫ് ഭേദഗതി നിയമവും ഇത്തരത്തിലുള്ള സാമൂഹ്യ സംവിധാനങ്ങളും സാമൂഹികമായ അവസ്ഥയും കൂട്ടിച്ചേർത്ത് വായിക്കുന്ന സന്ദർഭത്തിൽ ഇന്ത്യൻ മുസ്ലിങ്ങളുടെ ഭാവിയെ കുറിച്ച് അതീവ ഗൗരവത്തോടു കൂടി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. പ്രക്ഷോഭം തന്നെയാണ്, തെരുവ് തന്നെയാണ് നമ്മുടെ മുന്നിലുള്ള വഴി. നമുക്ക് മറ്റൊരു വഴിയുമില്ല. ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ നിരവധിയായ പ്രതിസന്ധികൾ അതിജീവിച്ച ഒരു സമുദായമാണ് മുസ്ലിം സമുദായം. അതിന്റെ 100 തെളിവുകൾ നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും. അതുകൊണ്ട് സംഘപരിവാറിനോട് നമുക്ക് ഒറ്റക്കാര്യമേ പറയാനുള്ളൂ. പേടിപ്പിച്ചുകൊണ്ടോ കൊന്നൊടുക്കിക്കൊണ്ടോ പുറന്തള്ളിയിട്ടോ ഈ സമുദായത്തെ പരാജയപ്പെടുത്താമെന്ന് നിങ്ങൾ കരുതരുത്. ഇതിനേക്കാൾ വലിയ പ്രതിസന്ധികളെ അതിജീവിച്ച ഒരു സമുദായമാണ് മുസ്ലിം സമൂഹം. ചരിത്രത്തിലെന്നും ഈ പ്രതിസന്ധിയെയും ഈ സമുദായം വളരെ സുന്ദരമായി അതിജീവിക്കും. അതിന് ജീവൻ ബലിയർപ്പിക്കേണ്ടി വന്നാലും ബലിയർപ്പിക്കാൻ ചരിത്രത്തിലെന്ന പോലെ ഇന്ത്യയിലെ മുസ്ലിം സമൂഹം സജ്ജമാണ് എന്ന് മാത്രം പ്രഖ്യാപിച്ചുകൊണ്ട് ഈ പരിപാടി സംഘടിപ്പിച്ച ഈ നാട്ടിലെ ജമാഅത്തെ ഇസ്ലാമിക്കും സോളിഡാരിറ്റിക്കും SIO-വിനും അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വാഹിർ ദഅവാന അൽഹംദുലില്ലാഹ്.